ദൈവം തൻ്റെ മക്കളെ വിളിച്ചിരിക്കുന്നത് നീതിക്കു വേണ്ടി ജീവിക്കുവാനാണ്. വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായം 11-ാം വാക്യം. നീതിമാൻ ഇനിയും നീതി ചെയ്യട്ടെ, വിശുദ്ധൻ ഇനി തന്നെ വിശുദ്ധീകരിക്കട്ടെ. അതെ, നാം നീതിക്കു വേണ്ടി ജീവിച്ച് വിശ്വസ്തതയിലും സത്യത്തിലും ദൈവകൃപയ്ക്ക് അനുരൂപമായി ജീവിക്കുവാനാണ് കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. അതിനുവേണ്ടി നമ്മുടെ ഹൃദയത്തിൽ കരുതി വയ്ക്കേണ്ടുന്ന ചില വിഷയങ്ങൾ ഉണ്ട്. ഒന്ന്, വിശുദ്ധിക്കുമേൽ വിശുദ്ധി പ്രാപിക്കുക. അതെ, വെളിപ്പാട് പുസ്തകം അവസാന അധ്യായത്തിൽ ഇങ്ങനെ പറയുന്നു: വിശുദ്ധൻ ഇനി തന്നെ വിശുദ്ധീകരിക്കട്ടെ. വഴുവഴുപ്പുള്ള ലോകം, പതറിപ്പോകുന്ന ജീവിത സാഹചര്യം, പ്രതികൂലങ്ങൾ നിറഞ്ഞ വഴികൾ, പരീക്ഷയിൽ അകപ്പെട്ടു പോകാവുന്ന പ്രശ്നങ്ങൾ, ഇതൊക്കെ നമ്മുടെ മുമ്പിലുള്ളപ്പോഴും നീതിമാനെ ദൈവം വിളിച്ചിരിക്കുന്നത് നീതിക്കു വേണ്ടിയാണ്. സാഹചര്യങ്ങളുടെ മുമ്പിൽ പകച്ചു പോകുവാനും പതറിപ്പോകുവാനും ദൈവം ഒരുവനെ കുറിച്ച് ആഗ്രഹിക്കുന്നില്ല. 2, കൃപയ്ക്കുമേൽ കൃപ പ്രാപിക്കുക. അവൻ്റെ നിറവിനാൽ എല്ലാ കൃപയും നിങ്ങളുടെ മേലുണ്ടാകട്ടെ. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 16-ാം വാക്യം. 3, മേൽക്കുമേൽ ബലം പ്രാപിക്കുക. അതെ, ബലം ചോർന്നു പോകുന്ന ജീവിത സാഹചര്യത്തിൽ 84-ാം സങ്കീർത്തനം 7-ാം വാക്യം ഇങ്ങനെ പറയുന്നു: അവർ മേൽക്കുമേൽ ബലം പ്രാപിക്കുന്നു, എല്ലാവരും സിയോനിൽ ദൈവസന്നിധിയിൽ ചെന്നെത്തുന്നു. അതെ, പ്രതിസന്ധികൾ നിറഞ്ഞ ജീവിത സാഹചര്യത്തിൽ, സമ്മർദ്ദങ്ങൾ നിറഞ്ഞ വഴികളിൽ മേൽക്കുമേൽ ബലം പ്രാപിച്ചവരായി നാം ജീവിക്കുക. 4, തേജസ്സിൻ്റെ മേൽ തേജസ് പ്രാപിക്കുക. അതെ, മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിൻ്റെ തേജസ് കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നു. 2 കൊരിന്ത്യർ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 18-ാം വാക്യം. നമ്മുടെ ജീവിതത്തിൽ നാം തേജസ്സിന് മേൽ തേജസ് പ്രാപിച്ച് ദൈവകൃപ ജ്വലിപ്പിക്കുന്നവരായി തീരുവാൻ ദൈവം നമ്മെക്കുറിച്ച് പ്രതീക്ഷിക്കുന്നു. 5, നീതിക്ക് മേൽ നീതി നിലനിർത്തുക. നീതിമാൻ ഇനിയും നീതി ചെയ്യട്ടെ, വിശുദ്ധൻ ഇനി തന്നെ വിശുദ്ധീകരിക്കട്ടെ. നമ്മുടെ ഉത്തരവാദിത്തം എന്തെന്ന് ചോദിച്ചാൽ, നമ്മെ തന്നെ സ്വയശോധന ചെയ്ത് വിശുദ്ധിയിൽ, സത്യത്തിൽ, നിർമ്മലതയിൽ ദൈവത്തിന് കൊള്ളാവുന്നവരായി കർത്താവിൻ്റെ വരവിൽ എടുക്കപ്പെടുവാൻ തക്കവണ്ണം ജീവിക്കുക എന്നതാണ്. അതുകൊണ്ട് ദൈവസന്നിധിയിൽ നമുക്ക് നീതി ചെയ്ത് മുൻപോട്ട് പോകാം. ദൈവം സഹായിക്കട്ടെ.